ഷഹദ് റഹ്മാൻ മലപ്പുറത്ത് നിന്ന് വിവരം അറിയിക്കുന്നു. കരിപ്പൂരിൽ നിന്നുള്ള എയർ ഇന്ത്യ വിമാനങ്ങൾ വൈകുന്നു. അബുദാബി മസ്കറ്റ് വിമാനങ്ങളാണ് വൈകുന്നത്. എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളാണ് ഇപ്പോൾ വൈകുന്നതായിട്ട് ഞങ്ങളുടെ ബ്യൂറോ അറിയിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. എക്സൈസിൽ മിനിസ്റ്റീരിയൽ ജീവനക്കാരെ നിയമിക്കണമെന്ന ആവശ്യം തള്ളി സംസ്ഥാന സർക്കാർ 244 പുതിയ തസ്തികകൾ അനുവദിക്കാൻ കഴിയുന്ന സാമ്പത്തിക അവസ്ഥ ഇല്ലെന്നാണ് സർക്കാരിൻ്റെ വിശദീകരണം. ഉത്തരവിൻ്റെ പകർപ്പ് 24 എക്സ്ക്ലൂസീവ്. എക്സൈസ് കമ്മീഷണറായി ഋഷിരാജ് സിംഗ് ചുമതലയേറ്റപ്പോഴാണ് എക്സൈസിൽ മിനിസ്റ്റീരിയൽ ജീവനക്കാരെ നിയമിക്കണമെന്ന ആവശ്യം സർക്കാരിന് മുന്നിലെത്തുന്നത്. പോലീസ് സേനയുടെ മാതൃകയിൽ മിനിസ്റ്റീരിയൽ ജീവനക്കാരെ നിയമിക്കണമെന്നായിരുന്നു ശുപാർശ. യൂണിഫോം ഇട്ട് ഉദ്യോഗസ്ഥർ ക്ലറിക്കൽ ജോലികൾ ചെയ്യുന്നത് സേനയുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു. 2013 ധനകാര്യ പരിശോധനാ വിഭാഗവും 2018 ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പും ഇതേ ആവശ്യം സർക്കാരിന് മുന്നിൽ ഉന്നയിച്ചിരുന്നു. എക്സൈസിലെ ക്രമക്കേടുകൾ തടയുന്നതിന് മിനിസ്റ്റീരിയൽ ജീവനക്കാരെ നിയമിക്കുന്നത് ഗുണം ചെയ്യുമെന്ന് ഇരു റിപ്പോർട്ടിലും വ്യക്തമാക്കുന്നുണ്ട്. ഒടുവിൽ വിഷയം അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന് മുന്നിലെത്തിയതോടെ സർക്കാർ വെട്ടിലായി. റിപ്പോർട്ടിലെ ശുപാർശകൾ പ്രകാരം ഇത് നടപ്പാക്കാനാകുമോ എന്ന് വ്യക്തമാക്കാൻ ട്രൈബ്യൂണൽ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഇതിൽ മറുപടി നൽകുന്നത് നീട്ടിക്കൊണ്ടുപോകാൻ സർക്കാർ ശ്രമിച്ചെങ്കിലും കോടതിയലക്ഷ്യ നടപടികൾ നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പിനെ തുടർന്നാണ് നിലവിൽ ഉത്തരവിറക്കിയിരിക്കുന്നത്. ഉത്തരവിലെ വിശദീകരണം സർക്കാരിന്റെ ഇരട്ടത്താപ്പ് വ്യക്തമാക്കുന്നതാണ്. അനധികൃത മദ്യവും മയക്കുമരുന്നും പിടികൂടേണ്ട ഉദ്യോഗസ്ഥർ ക്ലറിക്കൽ ജോലികൾ ചെയ്യുന്നത് ശരിയല്ലെന്ന് പറയുന്ന സർക്കാർ നിലവിലെ റിപ്പോർട്ട് പ്രകാരം 244 തസ്തികകൾ സൃഷ്ടിക്കാൻ കഴിയില്ലെന്നാണ് പറയുന്നത്. അടിയന്തര പരിഹാരം വേണമെന്ന് ചൂണ്ടിക്കാട്ടി 2 റിപ്പോർട്ടുകൾ മുമ്പിലെത്തിയിട്ടും സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ നിയമനങ്ങൾ നടത്താൻ കഴിയില്ലെന്ന സർക്കാർ വാദം ആശ്ചര്യപ്പെടുത്തുന്നതാണ്. ആർ അരുൺരാജ്, 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.